തായ്ലാൻഡിലെ പട്ടായ ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ട്. പട്ടായയിൽ ഒരു ഡേ ആൻഡ് നൈറ്റ് ഞാൻ കണ്ട കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഷട്ടർബർഗ് എക്സ്പെഡീഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തായ്ലാൻഡിലെ ഡേ 4 ആണിന്ന്. ഡേ 3 വരെയുള്ള കാഴ്ചകൾ ബാങ്കോക്ക് പാർട്ട് 1 വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. കാണാത്തവർ ചാനലിൽ കയറി കാണുക. ഡേ 4 നമ്മൾ പട്ടായയാണ് പോയത്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ബാങ്കോക്കിലെ ബാക്കി സ്ഥലങ്ങൾ കാണാൻ പോയത്. ബാങ്കോക്കിൽ നിന്ന് ഗ്രാബ് ആപ്പ് വഴി ക്യാബ് ബുക്ക് ചെയ്താണ് പട്ടായ പോയത്. ഏകദേശം 2 മണിക്കൂറാണ് ബാങ്കോക്കിൽ നിന്നും പട്ടായയിലേക്ക് പോകാൻ വേണ്ട സമയം. അങ്ങനെ പട്ടായ യാത്ര തുടങ്ങി. ആദ്യം പോയത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാനാണ്. ഒരു ആർക്കിടെക്ചർ മാർവൽ എന്ന് ഒരു സംശയമില്ലാതെ വിളിക്കാൻ പറ്റുന്ന പ്ലേസ് ആണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ഒരു ടെമ്പിൾ എന്നതിനുപരി ഫിലോസഫി, ആർട്ട് ആൻഡ് കൾച്ചർ എന്നതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മാസീവ് വുഡൻ മാസ്റ്റർ പീസ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. 100% വുഡൻ സ്ട്രക്ചറായ ഈ നിർമ്മിതിയുടെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ദൈവങ്ങളായ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവിന്റെ എല്ലാം ശില്പങ്ങൾ നമുക്കിവിടെ കാണാം. ഹിന്ദു ബുദ്ധ വിശ്വാസങ്ങളും ഹ്യൂമൻ നേച്ചർ കണക്ഷൻ എല്ലാമാണ് ഇതിന്റെ ഐഡിയ. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഒരു ഗൈഡും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കൂടാതെ എലിഫന്റ് റൈഡ്, ബോട്ടിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിർബന്ധമായും പോയി കാണേണ്ട സ്ഥലമാണ് പട്ടായയിലെ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അടുത്തതായി പോയത് ടൈഗർ പാർക്ക് കാണാനാണ്. ടൈഗർ പാർക്ക് നല്ല ഫേമസ് ആയ ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാവരും വരുന്നത് ടൈഗറിനെ അടുത്ത് കാണാനും തൊടുവാനും പിക്സ് എടുക്കാനും ഒക്കെയാണ്. അവിടെ ചെറുതും വലുതുമായി ഒരുപാട് കടുവകളെ നമുക്ക് കാണാം. ഏറ്റവും വലിയതിനെയാണ് നമ്മൾ പോയി തൊട്ടത്. നല്ല പേടിയുണ്ടായിരുന്നു. ബേബി ടൈഗർ ഒക്കെ ആണെങ്കിൽ പാലൊക്കെ കൊടുത്ത് പിക്സ് ഒക്കെ എടുക്കാം. അതുകൊണ്ട് ഇതും പട്ടായയിൽ പോയി കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. ടൈഗർ പാർക്കിന് അടുത്തായി ഒരു 1 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഫേമസ് ആയ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉള്ളത്. തായ്ലാൻഡിന്റെ ഒരു കൾച്ചറൽ അട്രാക്ഷൻ ആണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. കാരണം ട്രഡീഷണൽ തായ് ലൈഫാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഷോപ്സും ഫുഡ് സ്റ്റാൾസും എല്ലാം വെള്ളത്തിലാണ് റൺ ചെയ്യുന്നത്. തായ് സ്പെഷ്യൽ ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാം ഇവിടെ നിന്ന് വാങ്ങാം. ക്ലോത്ത്സ് വാങ്ങാം. കനൽ വഴി ബോട്ട് റൈഡ് ചെയ്യാം. പക്ഷേ മഴ പെയ്തുകൊണ്ട് ബോട്ട് റൈഡ് നമുക്ക് പോകാൻ പറ്റിയില്ല. ട്രഡീഷണൽ തായ് കൾച്ചർ അറിയാൻ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്താൽ മതിയാകും. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കണ്ട ശേഷം അടുത്തതായി പോയത് സെൻട്രൽ ഫെസ്റ്റിവൽ മാളിലേക്കാണ്. പട്ടായ ബീച്ചിനോട് ചേർന്നാണ് ഈ മാൾ ഉള്ളത്. അവിടെ ചെന്നപ്പോൾ തന്നെ മോളിന്റെ മുൻപിൽ കണ്ടത് മുതല മീറ്റ് സെൽ ചെയ്യുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് അത് കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു. കാരണം മുതലയുടെ മീറ്റൊക്കെ ബാർബിക്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടത്. കുറച്ച് ഷോപ്പിങ്ങും പിന്നെ ഫുഡും കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മാളിൽ വന്നത്. കുറച്ച് നേരം മോളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഭക്ഷണമെല്ലാം കഴിച്ചു. അതിനുശേഷം പട്ടായ ബീച്ചിലേക്ക് പോയി. ഒരു റെയിനി ഈവനിങ് ആയിരുന്നു. ബീച്ചിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയത്. വാക്കിംഗ് സ്ട്രീറ്റ് ആണ് പട്ടായയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ. പട്ടായ സെക്സ് ടൂറിസത്തിന്റെ മെയിൻ സ്പോട്ട്. അങ്ങോട്ട് എൻട്രി ആകുമ്പോൾ തന്നെ നമ്മുടെ മസാജ് സർവീസിന് വേണ്ടിയും സ്ട്രിപ്പ് ക്ലബ്ബുകളിലേക്ക് പിടിച്ചു കയറ്റാനും ഒരുപാട് ആളുകൾ നിൽക്കുന്നത് കാണാം. കൂടാതെ റോഡ് സൈഡിൽ ചെറിയ ഗെയിമിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാകും. റെസ്റ്റോബാസ്, സ്ട്രിപ്പ് ക്ലബ്സ്, മസാജ് പാർലേഴ്സ് ഇതൊക്കെയാണ് ആ സ്ട്രീറ്റിൽ ഫുൾ നമുക്ക് കാണാൻ സാധിക്കുക. സെക്സ് സർവീസ് നടത്തുന്ന ആളുകളും അവിടെ റോഡിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റ് നടന്ന് കണ്ട് മോക്ടെയിൽസ് എല്ലാം ട്രൈ ചെയ്ത് ഭക്ഷണം കഴിച്ച് നൈറ്റ് തന്നെ അവിടെ നിന്ന് ബാങ്കോക്കിലേക്ക് റിട്ടേൺ പോന്നു. പട്ടായ യാത്രയിൽ ഈ വീഡിയോ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു.